DJIയുടെ ഡ്രോൺ മരത്തിലിടിച്ച് താഴെ വീണ് പൊട്ടി പണ്ടാറണങ്ങിയ ഒരു വീഡിയോ ആണത്. കഴിഞ്ഞ ദിവസം റൈഡ് പോയി ഫ്രണ്ട്സുമായിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഒരു ഷോട്ട് എടുക്കുന്നതിനിടെ ഇത് ക്രാഷായി. അതിൻ്റെ ക്യാമറ കിംബൽ ആക്സിസ് ഒടിഞ്ഞു, അതിൻ്റെ ലെൻസ് കവർ പോയി. ഞാൻ ഡ്രോൺ വാങ്ങിയപ്പോൾ തന്നെ ആ കൂട്ടത്തിൽ DJI കെയറിൻ്റെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള ക്രാഷും കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ DJI കെയറിൻ്റെ ഇത് വെച്ചിട്ട് അവർ നമുക്ക് റീപ്ലേസ്മെൻറ്റ് ഡ്രോൺ തരും. അപ്പോൾ എൻ്റെ ബാറ്ററി കൂടെ ഡാമേജ് ആയതുകൊണ്ടിട്ട് എനിക്ക് പുതിയൊരു റീപ്ലേസ്മെൻറ്റ് ബാറ്ററി കൂടെ ആ ഡ്രോണിൻ്റെ കൂടെ കിട്ടി. ഇതിലൊക്കെ സ്റ്റിക്കർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു DJI കെയർ ഓൺലി എന്ന് പറഞ്ഞിട്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്തായാലും പുതിയ പാക്കാണ്, പൊട്ടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ലൊരു വില കൊടുത്ത് വാങ്ങുന്ന ഇതുപോലത്തെ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രോണൊക്കെ ക്രാഷായി പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ പിന്നെ വലിയ സങ്കടമായിരിക്കും. കാരണം പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് റിപ്പയർ ചെയ്യുകയാണെങ്കിലും അത് നമുക്ക് ഫീസിബിൾ അല്ല, കാരണം അത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സൊല്യൂഷനാണ്. അപ്പോൾ അതിലും ഭേദം നമ്മൾ വേറെ പുതിയ ഡ്രോൺ വാങ്ങുന്നതാണ്. അപ്പോൾ ഇൻഷുറൻസ് ഉള്ളത് കൊണ്ടിട്ട് നമുക്ക് ഇതാണല്ലേ, പുതിയ ബാറ്ററി കിട്ടി, പുതിയ ഡ്രോൺ കിട്ടി. ചെറിയൊരു എമൗണ്ട് അതിന് അടയ്ക്കേണ്ടി വന്നു, പക്ഷേ പുതിയൊരു ഡ്രോൺ വാങ്ങുന്ന വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ 10-1 ആയുള്ളൂ നമുക്ക് ഇൻഷുറൻസ് ഉള്ളത് കൊണ്ടിട്ട്. അപ്പോൾ അത് വളരെ വേർത്തായിട്ടുള്ളൊരു കാര്യമാണ്. പുതിയതായിട്ട് ഡ്രോൺ വാങ്ങാൻ പ്ലാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടുള്ള എൻ്റെ ഒരു റെക്കമെൻഡേഷൻ ഈ ഡ്രോൺ വാങ്ങുന്നതിൻ്റെ ഒപ്പം തന്നെ ആ DJI കെയർ ഇൻഷുറൻസ് കൂടെ വാങ്ങണമെന്നുള്ളതാണ്. സത്യത്തിൽ ഈ ബോക്സ് തുറന്ന് ഡ്രോൺ എടുത്ത് എൻ്റെ കയ്യിൽ പിടിച്ചപ്പോഴാണ് എനിക്ക് ആശ്വാസമായത്. കാരണം ഇൻഷുറൻസിൽ നമുക്ക് ഡ്രോൺ റീപ്ലേസ്മെൻറ്റ് കിട്ടുമെന്നൊക്കെ വാങ്ങിയപ്പോൾ പറഞ്ഞിരുന്നെങ്കിൽ പോലും അത് എത്രത്തോളം സത്യമാണെന്ന് നമുക്കറിയില്ലല്ലോ. അങ്ങനെ വീണ്ടും ഒരു ഡ്രോൺ അൺബോക്സിങ് ചെയ്യാൻ പറ്റി. ഇതാണ് ഇതിൻ്റെ റിമോട്ട് കൺട്രോളർ. നമുക്ക് ഡ്രോൺ റിക്കവർ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഈ റിമോട്ട് കൺട്രോളർ കൊണ്ടുപോയി അവിടെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. പിന്നെ ഈ ചെറിയ എമൗണ്ട് അല്ല, കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു എമൗണ്ട് നമ്മൾ അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഈ റിമോട്ട് കൺട്രോളറിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഫ്ലൈറ്റ് ലോഗ്സ് എല്ലാം സേഫ്ഡ് ആണ്. അവരതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് റീപ്ലേസ്മെൻറ്റ് അവർ അപ്രൂവ് ചെയ്യുള്ളൂ. പുതിയ ഡ്രോൺ ആയതുകൊണ്ട് അതിൻ്റെ ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഫേംവെയർ ഒക്കെ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ RC2 റിമോട്ട് കൺട്രോളറായിട്ട് നമ്മൾ എയർക്രാഫ്റ്റ് പെയർ ചെയ്തു. പെയറിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. ടെസ്റ്റൊക്കെ ചെയ്ത് സംഭവം ഓഫ് ചെയ്ത് വെച്ചു. എന്നിട്ടൊരു തീരുമാനം എടുത്തു. എവിടെയാണോ ക്രാഷ് ആയത് അവിടുന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. റൈറ്റ് ഹിയർ, ദിസ് ഈസ് വൈ ഇറ്റ് വെന്റ് ഡൗൺ. അതുകൊണ്ട് ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ബിക്കോസ് സംടൈംസ് യു ഡോണ്ട് സ്റ്റാർട്ട് ഫ്രഷ്, യു സ്റ്റാർട്ട് ഫ്രം വൈ യു ക്രാഷ്ഡ്.